നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ BJP പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പോലീസ് പിടിയിലായ പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. വനിതാ ദേശീയ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന് തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയം വേദിയാകുന്നു. വാർത്തകൾ വിശദമായി. കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ഗോപിനാഥൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളം നമുക്ക് ലഭിച്ചേ തീരും. ആ കുടിവെള്ളം ഇന്ന് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ സർക്കാരും അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി വളരെ അനാസ്ഥയാണ് ഈ രംഗത്ത് കാണിക്കുന്നത്. വെള്ളം വിതരണം ചെയ്യുന്ന കാര്യത്തിലുള്ള കാര്യക്ഷമത കുറവ് പൊതുവെ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും കാണും. ഡിവൈഎഫ്ഐ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് PH അമീർ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിയാസ്, ഡിവൈഎഫ്ഐ സെക്രട്ടറി MA ബിനേഷ്, MA ഷാമിൽ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ മതിലകത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ BJP പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പോലീസ് പിടിയിലായ പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. BJP പ്രവർത്തകരായ 3 യുവാക്കളെ മാരകമായി പരിക്കേൽപ്പിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മതിലകം സ്വദേശി പാമ്പിനെഴുത്ത് അർഷാദ്, വൈപ്പിൻകാട്ടിൽ സലാം എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ 8 പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. പരിക്കേറ്റവർ ഇനിയും ആശുപത്രി വിട്ടിട്ടില്ല. സംഭവത്തെ തുടർന്ന് മതിലകം കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ അതിർത്തിയിൽ പോലീസ് സന്നാഹം ഊർജിതമാക്കി. സോളിസിറ്റർ ജനറൽ മോഹൻ പരാശരൻ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. വ്യാഴാഴ്ച രാവിലെ 8:30ഓടെയാണ് മോഹൻ പരാശരൻ ക്ഷേത്രത്തിൽ എത്തിയത്. ദേവസ്വം മാനേജർ MS കാശി വിശ്വനാഥന്റെ നേതൃത്വത്തിൽ സോളിസിറ്റർ ജനറലിനെ സ്വീകരിച്ചു. മീനൂട്ട്, വെടിവഴിപാട്, എള്ളുതിരി തുടങ്ങിയ വഴിപാടുകൾ അദ്ദേഹം നടത്തി. അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ചാണ് അദ്ദേഹം തിരിച്ചുപോയത്. ചാളൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച മത്സ്യഗ്രാമമാകാൻ ഒരുങ്ങുന്നു. പുള്ള് കോൾപ്പടവിൽ 10 ലക്ഷം ആറ്റുകൊഞ്ച് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കേരള ഗവൺമെന്റ് ഫിഷറീസ് ജലകൃഷി വികസന ഏജൻസിയുടെ സഹകരണത്തോടെയാണ് ആറ്റുകൊഞ്ച് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ഗീതാ ഗോപി MLA ആറ്റുകൊഞ്ച് കുഞ്ഞുങ്ങളെ കോൾപ്പടവിൽ നിക്ഷേപിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നന്ദിനി രാമചന്ദ്രൻ, അന്തിക്കാട് SI C പ്രേമാനന്ദ കൃഷ്ണൻ, PK ഇബ്രാഹിം, ജലകൃഷി ഏജൻസി ഉദ്യോഗസ്ഥൻ TL സണ്ണി, അഗ്രികൾച്ചർ കോർഡിനേറ്റർ KK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ കോൾനിലങ്ങളിലെ ഒരു നെല്ലും ഒരു മീനും എന്ന പദ്ധതി പ്രകാരമായിരുന്നു ആറ്റുകൊഞ്ച് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. K കരുണാകരൻ സ്മാരക വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച നടുവിൽക്കരയിൽ നടക്കുമെന്ന് ജനപ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2012-13 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്ന തളിക്കുളം ഡിവിഷനിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രൊജക്ടിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ നടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വനിതാ സെക്ടറിൽ 2 പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് തളിക്കുളം ഡിവിഷനിൽ. അതൊന്ന് തളിക്കുളം ഗ്രാമപഞ്ചായത്തിലും ഒന്ന് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇതിനാവശ്യമായ സ്ഥലം വിട്ട് തരണമെന്നാവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുബൈദ മുഹമ്മദും ആ വാർഡിലെ മെമ്പർ ശ്രീ RM താരിഖും
വൈകിട്ട് 4-ന് PA മാധവൻ MLA കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് അറിയിച്ചു. KV ദാസൻ അധ്യക്ഷത വഹിക്കും. കേന്ദ്രത്തിനായി ഭൂമി വിട്ടു നൽകിയ വന്നേരി ഉണ്ണികൃഷ്ണൻ, രായം മരക്കാർ വീട്ടിൽ ഖാലിദ് ഹാജി എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ആദരിക്കും. ജനപ്രതിനിധികളായ PS സുരത് കുമാർ, IK വിഷ്ണുദാസ്, സുബൈദ മുഹമ്മദ്, ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് CI സെബാസ്റ്റ്യൻ, വാടാനപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി NR ജയൻ തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കി. സമുദായാംഗങ്ങളുടെ കൂട്ടായ്മയൊരുക്കി SNDP യോഗം നാട്ടിക യൂണിയൻ മൈക്രോ ഫിനാൻസ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വാർഷികവും കുടുംബ സംഗമവും നടത്തി. ഘോഷയാത്ര, അവാർഡ് വിതരണം, ആദരിക്കൽ, കലാപരിപാടികൾ തുടങ്ങിയവ ഇതിനോടനുബന്ധിച്ച് നടന്നു. ആശാൻ റോഡ് സെന്ററിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ആകർഷകമായി. ആന, കാവടി, വാദ്യമേളങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു. ഏത്തായ് ശ്രീനാരായണ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ബോർഡ് മെമ്പർ ജയന്തൻ പുത്തൂർ അധ്യക്ഷത വഹിച്ചു. KV അബ്ദുൽ ഖാദർ MLA മുഖ്യാതിഥിയായിരുന്നു. SNDP യോഗം ഗുരുവായൂർ യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് മാസ്റ്റർ മൈക്രോ ഫിനാൻസ് അവലോകനം നടത്തി. പ്രകാശ് കടവിൽ, സലിം തഷ്നാത്ത്, നരേന്ദ്രൻ തയ്യിൽ, വിശ്വംഭരൻ മാസ്റ്റർ, യമുന രവീന്ദ്രൻ, പ്രേമചന്ദ്രൻ, ശ്രീജ മൗസ്മി, പ്രശാന്ത് മേനോൻ, ഷൂബി ബാബു, വനജ കുറ്റിക്കാട്ട്, ജയറാം കടവിൽ, വത്സൻ തേറമ്പിൽ, മനോജ് തച്ചപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇനിയൊരു ഇടവേള.